3 പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണം. ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർകോസ് ചെയ്യാണ്. എന്റെ വാവയല്ലേ, എന്റെ പൊന്നും കൂടെ അല്ലേ നീ എന്നൊക്കെ നിങ്ങൾ ഒരു സ്ത്രീന്റെ അടുത്ത് പറയുന്നുണ്ടോ? എന്നാൽ ആ സ്ത്രീ മിക്കവാറും നിങ്ങളെ ചതിക്കും. അത് ഉറപ്പുള്ള ഒരു കാര്യമായിരിക്കും. അവൾ കരഞ്ഞു കാണിച്ചാൽ മതി, അതന്നെയാണ് നിങ്ങളുടെ ശവക്കുഴി. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഒരു സ്ത്രീ അവിടെ കരഞ്ഞു കാണിച്ചാൽ അത് അവൾ പറയുന്ന സത്യമാണോ, അവൾ കള്ളക്കരച്ചിലാണോ കരയുന്നത് എന്നൊന്നും ആരും ഇവിടെ ചോദിക്കില്ല. ആരാണ് ഉത്തരവാദി എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ആ പേര് കേൾക്കാനും ആ പേര് കേട്ട് അത് മീഡിയയിലൂടെ നശിപ്പിക്കാനും മാത്രമാണ് എല്ലാവർക്കും താല്പര്യമുള്ളൂ. അതന്നെയാണ് ആ സ്ത്രീന്റെ പ്രയോറിറ്റിയും. ഒരു സ്ത്രീ കരഞ്ഞു കാണിച്ചാൽ അവൾക്ക് തന്നെയാണ് നീതി എന്നെല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു. അവൾ കരഞ്ഞു കാണിച്ചാൽ ആരും ചോദിക്കില്ല തെളിവ് എവിടെയാണ്, ഇവൾ കരയുന്നതിൽ സത്യമുണ്ടോ, അവളുടെ ആരോടോ മനസ്സിലാക്കി പരിശോധിച്ചോ, ഇതൊന്നും ആരും ചോദിക്കില്ല. അവന്റെ യാതൊരു വികാരത്തെയും സംരക്ഷിക്കാതെ അവന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാതെ അവനെ അങ്ങോട്ട് വില്ലനാക്കി കളയും. ഇത് സ്ത്രീ വിരോധമൊന്നുമല്ല, ഫേക്ക് വിക്ടിം കൾച്ചറിനുള്ള ഒരു വിരോധമാണ്. നിങ്ങളൊരു പുരുഷനാണെങ്കിൽ ഇനി ഏത് സ്ത്രീ വിളിച്ചാലും നിങ്ങൾ ഫോണിൽ റെക്കോർഡഡ് കോൺവെർസേഷൻ എപ്പോഴും ഓൺ ആക്കി വെക്കുക. റിട്ടേൺ കൺസെന്റ്, ലീഗൽ ക്ലാരിറ്റി എല്ലാം കറക്റ്റ് ആക്കി സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾ ജനിച്ചത് മൂകനായ രക്തസാക്ഷിയാവാൻ വേണ്ടിയിട്ടല്ല, ശബ്ദമായി തിരിച്ചടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളവൻ തന്നെയാണ്.